ഒരു വർഷം ഒരുപാട് കാര്യങ്ങൾ നടന്നു. നമ്മളെല്ലാരും എന്തെങ്കിലുമൊക്കെ നേടിയിട്ടുണ്ടാവും, അതുപോലെ തന്നെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും. ഞാൻ എന്താ നേടിയതെന്ന് ചോദിച്ചാൽ ഞാനൊരു ജോബ് സ്വിച്ച് ചെയ്തു. പക്ഷെ ബാക്കിയെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടതിൽ ഫസ്റ്റ് തിങ്, ഞാൻ കഴിഞ്ഞ വർഷം അതായത് 2025 ജാനുവരി ഫസ്റ്റ് വീക്ക് മുതൽ യൂട്യൂബിൽ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിച്ച് ഞാനൊരു ചാനൽ തുടങ്ങിയായിരുന്നു. കുറെ കാലമൊക്കെ ഇട്ടു, പക്ഷെ കൺസിസ്റ്റന്റ് അല്ലായിരുന്നു, ഞാനത് നിർത്തി. അതുപോലെ തന്നെ എനിക്ക് ഉണ്ടായിരുന്ന വേറെ സ്വഭാവമാണ് ഇതൊക്കെ പ്രൊഡക്റ്റീവ് ആയിട്ട് ചെയ്യുമായിരുന്നു. പ്രൊഡക്റ്റീവ് ഇൻ ദ സെൻസ് മേ ബി ചില സമയത്ത് ഇപ്പൊ ജേർണലിംഗ് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും വരയ്ക്കും, എഴുതും, പെയിന്റ് ചെയ്യും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു വർഷത്തോളമായിട്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഫുൾ ടൈം ഈ ലാപ്ടോപ്പ്. എന്റെ സ്ക്രീൻ ടൈം നല്ല കുറവായിരുന്നു. മാക്സിമം പോയാൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ. പക്ഷെ ഇപ്പൊ വന്ന് ഒരു 7 മണിക്കൂർ 8 മണിക്കൂറൊക്കെ എന്റെ സ്ക്രീൻ ടൈം. ഇപ്പൊ എന്റെ ലക്ഷ്യം ഈ സ്ക്രീൻ ടൈം ഒന്ന് കുറച്ചിട്ട് കുറച്ചുകൂടെ പ്രൊഡക്റ്റീവായിട്ടും കുറച്ചുകൂടെ ലൈഫ് ഒന്ന് ഡിസിപ്ലിൻ ആക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ എല്ലാ കാര്യങ്ങളും തുടങ്ങണം. സോ ഞാൻ ഇന്ന് സ്കൂളൊക്കെ തുറക്കുന്നതുകൊണ്ട് ഒരു ഫ്രഷ് സ്റ്റാർട്ട് എന്നുള്ള രീതിക്ക് ഞാൻ ഇന്ന് തന്നെ കണ്ട. സോ ജൂൺ 1 മുതൽ ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് യൂട്യൂബിൽ വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. നടക്കുമെന്ന് അറിയത്തില്ല. ബട്ട് എന്ത് ടൈപ്പ് വീഡിയോസ് ആണ് ഞാൻ ഇടുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. മേ ബി ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ ഇതൊക്കെ എന്തിനാന്നൊക്കെ ചോദിച്ചാൽ അതൊന്നും എനിക്ക് അറിയത്തില്ല. എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ്, എൻ്റെ ജേണിയുടെ കൂടെ പാർട്ടാവും.